രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ജർമ്മൻ നാസി സൈന്യം ഉപയോഗിച്ചിരുന്ന ഒരു രഹസ്യ കോഡിംഗ് ഉപകരണമായിരുന്നു എനിഗ്മ മെഷീൻ. ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ മെഷീനായിരുന്നു. കാണുമ്പോൾ ടൈപ്പ് റൈറ്റിംഗിന് സമമായിരുന്നു ഇത്. ഇതിലൂടെ ലളിതമായ സന്ദേശം പോലും വളരെ രഹസ്യമായ കോഡായി മാറും. കോഡ് തകർത്ത് വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ചോർന്നു പോകുമെന്ന സംശയം ജർമ്മനിക്കുണ്ടായിരുന്നില്ല. അതേസമയം മറ്റൊരിടത്ത് അലൻ ട്യൂറിങ്ങും സംഘവും ബോംബെന്ന പേരിൽ ഒരു മെഷീൻ നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു. എനിഗ്മ മെഷീനിൻ്റെ കോഡ് തകർക്കാനായി ട്യൂറിങ് കണ്ടെത്തിയ ഒരു യന്ത്രസങ്കല്പമായിരുന്നു ഇത്. അതിൻ്റെ ഫലമായി ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷപ്പെടുകയും യുദ്ധം വർഷങ്ങൾക്കു ശേഷം മുൻകൂട്ടി അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം മെഷീനുകൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു ആശയം അദ്ദേഹത്തിനുണ്ടായി. 1950 ഏതൊരു മനുഷ്യബുദ്ധിയെയും ചിന്തയെയും അനുകരിക്കാൻ കഴിയുന്ന തരത്തിൽ ട്യൂറിങ് മെഷീൻ എന്ന പേരിൽ ഒരു യന്ത്രം നിർമ്മിച്ചു. എത്ര വലിയ അൽഗോരിതത്തെയും അനുകരിക്കാൻ കഴിയുന്ന ഒരു അമാനുഷിക യന്ത്രമായിരുന്നു ട്യൂറിങ് മെഷീൻ. ട്യൂറിങ്ങിൻ്റെ ആശയം ആധുനിക കമ്പ്യൂട്ടർ സയൻസിന് അടിത്തറയിട്ടു. അതുകൊണ്ട് തന്നെ പിന്നീട് അലൻ ട്യൂറിങ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവായി അറിയപ്പെടുകയും ചെയ്തു. 1954 അദ്ദേഹം അന്തരിച്ചു. അതിനുശേഷം 1956 ജോൺ മെക്കാർത്തി, മാർവിൻ മിൻസ്കി, അലൻ നെൽവൽ, ഹെർബർട്ട് എ സൈമൺ എന്നിവർ പിന്നീട് ഈ ആശയത്തെ ഏറ്റെടുത്തു. മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്തയെയും അനുകരിക്കാൻ കഴിയുന്ന യന്ത്രങ്ങളെ നിർമ്മിക്കുകയെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ ആ പ്രൊജക്റ്റിന് നൽകിയിരുന്ന പേരായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അങ്ങനെ അവർ സങ്കീർണമായ AI പ്രോഗ്രാമുകൾ നിർമ്മിച്ചു. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഇവ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിച്ചു. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന AI-യുടെ തുടക്കം അവിടെ നിന്നും ആരംഭിച്ചു. AI ഭരിക്കുന്ന ലോകത്തേക്കാക്കാം ഇന്നത്തെ നമ്മുടെ യാത്ര. അമ്പരപ്പിക്കുന്ന AI വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗം. കേരളത്തിലെ അമ്മമാർ ഓമനിച്ചു വളർത്തുന്ന കടുവക്കുട്ടികളെയും ഡ്രാഗണുകളെയുമെല്ലാം നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു. ഇതിനുമപ്പുറം രസകരമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒട്ടേറെ വീഡിയോകളും ഇമേജുകളും നമുക്കിടയിൽ കറങ്ങിത്തിരിയുന്നുണ്ട്. ഇതെല്ലാം AI-യുടെ സഹായത്താൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് AI? മനുഷ്യനെപ്പോലെ ചിന്തിക്കുവാനും പഠിക്കുവാനും പ്രശ്നപരിഹാരം കണ്ടെത്തുവാനും കഴിയുന്ന യന്ത്രങ്ങളുടെയോ സോഫ്റ്റ്വെയറുകളുടെയോ സൃഷ്ടികളെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നു പറയുന്നത്. ഇവ വിവിധ തരത്തിലുണ്ട്. വളരെയധികം ലളിതമായൊരു AI ടെക്നോളജിയാണ് നാരോ AI. ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്ന ഏറ്റവും സാധാരണമായ AI ആണിത്. ഇത് പരിമിതമായ പരിമിതികളുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. അതായത് ജനറൽ ഇൻ്റലിജൻസ് ഇല്ലാതെ ഒരൊറ്റ ജോലി ചെയ്യാൻ മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള AI ആണിത്. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, സിറി, അലക്സ എന്നിവയെല്ലാം ഇവയ്ക്കുദാഹരണമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററിയും ഇൻട്രസ്റ്റും അടിസ്ഥാനമാക്കി വീഡിയോകൾ നിർദ്ദേശിക്കുന്ന യൂട്യൂബ് റെക്കമെൻഡേഷൻ സിസ്റ്റവും നാരോ AI ആണ്. മനുഷ്യർക്ക് തുല്യമായ ബുദ്ധിശക്തിയുള്ള യന്ത്രങ്ങളാണ് ജനറൽ AI. ഇവയ്ക്ക് മനുഷ്യരെ പോലെ ഏതൊരു സാഹചര്യം മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള കഴിവുണ്ട്. അതായത് ഭാഷ മനസ്സിലാക്കാൻ, ആശയങ്ങൾ ആലോചിക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പഠിക്കാൻ, തർക്കിക്കാൻ തുടങ്ങിയ നിരവധി മാനസിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളവരായിരിക്കും. നാരോ AI-യെ പോലെ ഇവയ്ക്ക് പരിമിതികളില്ല. ഇതുവരെ ജനറൽ AI വികസിപ്പിച്ചിട്ടില്ലെങ്കിലും ഭാവിയിൽ അതിൻ്റെ വികസനം മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. AI-യുടെ ഒരു ഉപവിഭാഗമാണ് മെഷീൻ ലേണിംഗ്. ഡാറ്റകളിൽ നിന്നും പഠിക്കുവാനും മെച്ചപ്പെടുത്തുവാനും മെഷീനുകളെ പഠിപ്പിക്കുന്ന ജോലിയാണ് ഇവയുടേത്. ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള മാതൃകകൾ കണ്ടെത്താനും തീരുമാനങ്ങൾ എടുക്കാനും പ്രവചനങ്ങൾ നടത്താനും ഇവയ്ക്ക് കഴിയുന്നു. ഉദാഹരണത്തിന്, നിങ്ങളൊരു മ്യൂസിക് ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ അടിസ്ഥാനമാക്കി പുതിയ പാട്ടുകൾ ശുപാർശ ചെയ്യുന്നത് ഇവയുടെ സഹായത്തിലൂടെയാണ്. ഡീപ്പ് ലേണിംഗ് എന്നത് മെഷീൻ ലേണിംഗിൻ്റെ ഒരു ഉപവിഭാഗമാണ്. ഇവയ്ക്ക് ലഭിക്കുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് മനുഷ്യ മസ്തിഷ്കം പ്രോസസ്സ് ചെയ്യുന്നത് പോലെയാണ്. അതായത് മനുഷ്യൻ്റെ തലച്ചോറിലെ ന്യൂറോണുകൾ പോലെ പ്രവർത്തിക്കുന്ന കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇവയ്ക്കുണ്ട്. AR ഗെയിംസ്, ഫോണിലെ പോർട്രേറ്റ് മോഡ്, ആളുകളെ തിരിച്ചറിയുന്ന ഗൂഗിൾ ഫോട്ടോസ് എന്നിവ ഇവയ്ക്ക് ഉദാഹരണമാണ്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയൊരു പങ്കു തന്നെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. AI തുടക്കകാലം തന്നെ നമുക്കിടയിൽ വലിയൊരു സ്ഥാനം തന്നെ അത് കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ ഇവ അതിൻ്റേതായ രീതിയിൽ ഭീതിയും ഉണ്ടാക്കുന്നതാണ്. അതായത് മാനവരാശിയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം തന്നെയാണ് AI. എന്നാൽ ഇത് ഏറ്റവും അപകടകരവുമായ കണ്ടുപിടുത്തവുമാണ്. ഇന്ന് നമുക്കാവശ്യമായ ജോലികൾ ഇവ എളുപ്പമാക്കി തരുന്നു. എന്നാൽ ഭാവിയിൽ മനുഷ്യർ ചെയ്യുന്ന ഒട്ടുമിക്ക ജോലിയും ചെയ്യാൻ തക്കവണ്ണം AI വികസിക്കുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മയും സ്വകാര്യതാ പ്രശ്നങ്ങളും പോലെയുള്ള ചില ഭീഷണികളും ഉയരും. മാത്രമല്ല വ്യാജ വാർത്തകളും മറ്റും കൂടി വരും. ഇത് മാധ്യമങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവയിലുള്ള വിശ്വാസം ഇല്ലാതാക്കും. പിന്നീട് AI മാത്രം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ലോകം മാറിയേക്കാം. മനുഷ്യ നിയന്ത്രണത്തിലല്ലാത്ത AI ഭാവിയിൽ അപകടങ്ങൾ വരുത്തിയേക്കാം എന്ന ആശങ്കയും നിലനിൽക്കുന്നു. അതിനാൽ തന്നെ AI വികസനം നിയന്ത്രണത്തോടെയും ഉത്തരവാദിത്തത്തോടെയും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.